മാഷാ അല്ലാ. സക്കീനത്തെ കുറച്ച് കണ്ടിട്ടില്ല, എന്ത് പറഞ്ഞാൽ നിങ്ങൾ നെറ്റില്ലാന്ന് പറയും. മാഷാ അല്ലാ, അള്ളാഹു റാഹത്താകട്ടെ. സജിന ഷാജി റാഹത്തല്ല. മുസ്തഫ മുത്തുയാണ് ചങ്ങളെ. ഇന്ന് ചേലമാൻ പെരുമാളിന്റെ നാട്ടിലാണ്, കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന എന്റെ ഗ്രൂപ്പിന്റെ അടിമമാര് ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. എന്നോട് പറയാറ് ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട്. ഷബിന ഷമീർ കുഞ്ഞിക്കമ്മുക്ക റാത്തല്ല. പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, ഞാൻ ഈ തങ്ങളെ പരിഹസിക്കാനൊന്നും ആളല്ല കേട്ടോ, നമ്മളതിന് യോഗ്യനുമല്ല. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് മുസ്ലിം സഹോദരങ്ങളല്ല കേട്ടോ. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന സഹോദര സമുദായത്തിൽപ്പെട്ട എന്റെ കൂട്ടുകാരുണ്ട്. അദ്ദേഹം ഏറെക്കാലമായി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. നൈരന്തര്യമായി ഞാനുമായി വാട്സപ്പിൽ ബന്ധപ്പെടുന്നവരാണ്. ഇസ്ലാമിന്റെ പലതരത്തിലുള്ള തത്വസംഹിതയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള പല ആളുകളുടെ നീതിബോധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കുറിപ്പുകൾ എഴുതി വായിച്ചതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഇന്ന് എനിക്ക് അയച്ചെന്ന വീഡിയോയാണിത്. ഇതെന്നെ കാണിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നു, പടിഞ്ഞാറ് രാജ്യങ്ങളിലേക്ക് മുസ്ലിം പണ്ഡിതന്മാർ, ഇതിൽ ഒന്ന് രണ്ട് ആളുകൾ എനിക്ക് ഉദാഹരണ സഹിതം കാണിച്ചു, ഈ കണ്ണിന്റെ ഉള്ളിൽ ടാറ്റു ചെയ്ത് ഏലിയൻസ് ആകാൻ വേണ്ടി ജീവിക്കുന്ന അത്രയും തലച്ചോറ് നശിച്ചുപോയ ചിന്താവൈകലുള്ള മനുഷ്യരെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൽപാന്താവിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവർ പിന്നീട് പ്രബോധകരായി മാറുന്ന, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ, അതിന്റെ ലിങ്ക് അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഈ വീഡിയോ കൂടെ അയച്ചു തന്നിട്ട് എനിക്ക് ചോദിച്ചു, എന്താണ് നമ്മുടെ കേരളത്തിലെ മനുഷ്യരുടെ അവസ്ഥയെന്ന് ചോദിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവാണ്. കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഈ രൂപത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, വിദ്യാഭ്യാസ വിപ്ലവം നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കെല്ലാം സുപരിചിതമാണ്. അതിനൊക്കെ അപ്പുറം ഞാനൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ എന്നെ ഇരിക്കുന്ന പുസ്തകം കണ്ടോ, മനുഷ്യനും മതവും എന്ന പുസ്തകമാണ്. ഇതിന്റെ രചയിതാവ് ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദ് മർക്കസിലെ മുൻ മുദരിസായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 60-70 വർഷത്തെ ഹ്രസ്വമായ ജീവിത കാലയളവ് കൊണ്ട്, തന്റെ ജീവിതം കൊണ്ടും താൻ പഠിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈവിധ്യമാർന്ന ദൃഢമായ ആശയങ്ങൾ സരളവും സമ്പൂർണമായി ജനങ്ങളിലേക്ക് പങ്കുവച്ചപ്പോൾ 2000-ലധികം ആളുകൾക്കാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മതപകരാനുള്ള വഴി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരുക്കി കൊടുത്തത്. 2000-ലധികം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഗമായി എന്നുള്ളതാണ്. നമ്മൾ ആരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഞാനിത് പറഞ്ഞത് പണ്ഡിതന്മാരുടെ ജീവിതവും ലക്ഷ്യവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കുറഞ്ഞ കാലയളവ് കൊണ്ട് പഠിപ്പിച്ചു പോയ ഒട്ടേറെ ഭാരതന്മാരായ ആളുകൾ നമുക്കുണ്ട്. അവർക്കിടയിൽ അവരുടെ ഓർമ്മകൾ നമുക്ക് നിലനിൽക്കും.